hinder them because such belongs to the kingdom of heaven. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾ അനുവദിക്കുകയും അവരെ തടയരുത്, എന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. നമുക്കറിയാമല്ലേ, ശിശുക്കളെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം ഉള്ളത്. അങ്ങനെ ഈശോയുടെ കുഞ്ഞു മാലാഖയായിട്ട് നമ്മുടെ നൊറീൻ ബേബി ഇന്ന് തീർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അവർക്ക് നല്ലൊരു കൈയോടുകൂടി നൊറീൻ്റെ പാരൻസിനെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. So let's welcome Noreen and Freddie with her parents and sibling Natalia onto the stage. ഒരു കൈയോടുകൂടി അവർ ഈ ആഘോഷ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. നൊറീൻ ബേബിയുടെ ആ ഒരു ബാപ്റ്റിസം സെറമണിക്ക്, ആ ഒരു ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കെല്ലാം ശേഷമുള്ള ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയം റസാരിയ മാമിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നൊറീൻ ബേബി ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇപ്പം ആ ഒരു പാരന്റിങ് സെക്കൻഡ് ബേബിയാണ്, അപ്പൊ ആ ഒരു പാരന്റിങ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മകൾ നൊറീൻ്റെ ബാപ്റ്റിസം സെലിബ്രേറ്റ് ചെയ്യാനും അവളെ അനുഗ്രഹിക്കുവാനുമാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ക്ലിയർ ചോദിച്ച പോലെ വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ്, ഞാൻ ആദ്യമായിട്ടല്ല പാരന്റിങ് എന്ന് പറയുന്നത് അനുഭവിക്കുന്നത്. എൻ്റെ മോളെ നോക്കി അന്നമ്മയിലൂടെ പാരന്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ഈസ് പാരന്റിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. പാരൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മാതൃക തന്നെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലും പകർത്തിയെടുക്കേണ്ടതായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നിവിടെ സന്നിഹിതരായ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഇന്നത്തെ ആഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പം ഇന്നത്തെ സെറമണിയുടെ ഫോർമൽ ആയിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ നമുക്കറിയണ്ടേ, എന്നാലും എല്ലാവരും എത്രയും വേണ്ടപ്പെട്ടുള്ള കസിൻസും ഫ്രണ്ട്സ് എല്ലാവരും തന്നെയാണ്. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ നൊറീൻ ബേബിയുടെ ബിഗ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ഈ ഒരു ഫാമിലിയെ ഞാൻ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം നമുക്കും നമ്മളെ പലർക്കും ഉണ്ടാവില്ല അങ്ങനെ മാമുദിസയുടെ ഫോട്ടോസൊക്കെ ഉണ്ട്, ആന്റിമാരിലൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സെലിബ്രേഷൻ തന്നെ അതിൻ്റെ ആ ഒരു മെമ്മറബിൾ ഡേയുടെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം ഇന്നത്തെ ദിവസം അപ്പാപ്പനും അമ്മാമയും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കണം. ഞങ്ങൾ അമ്മാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടുള്ള ദിവസമാണ്. അപ്പം ഈ ദിവസം ഒരിക്കൽ കൂടെ എത്തിച്ചേർന്ന എല്ലാവരെയും, ഒത്തിരി തിരക്കുകൾക്കിടയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം വി ആർ മൂവിങ് ഓൺ ടു അവർ ഒഫീഷ്യൽ സെറമണി. ആദ്യമായി നമുക്കറിയാം, ഭാരതീയ സംസ്കാരം എല്ലാം അനുസരിച്ച് ശുഭകാര്യങ്ങളെല്ലാം നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു ദീപം തെളിയിച്ചാണ്. അതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ നൊറീൻ കുഞ്ഞുറിൻ്റെ ഇന്ന് മുതൽ ആരംഭിക്കാനിരിക്കുന്ന ആ ഒരു ദൈവികമായ ആ ഒരു ഈശോയുടെ കുഞ്ഞു മകളായിട്ട് ജീവിക്കാൻ പോകുന്ന നൊറീൻ്റെ ആ ഒരു ലൈഫ് ഏറ്റവും പ്രകാശപൂരിതമായിട്ട് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണി ഫസ്റ്റ് ക്യാൻഡിൽ ഫാമിലി ചേർന്ന് തെളിയിക്കുകയാണ്. കാര്യം നടക്കുമ്പം അല്പം മാത്രം കഴിച്ച് തുടങ്ങണം നമ്മൾ വേണ്ടതൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഈശോയുടെ കുഞ്ഞു മകളായിട്ട് പുതിയൊരു ജീവിതം അല്ലെങ്കിൽ തിരുസഭയിലെ ഒരു അംഗമായിട്ട് തീർന്നിരിക്കുകയാണ് നൊറീൻ എന്ന്. അപ്പം ആ ഒരു മധുരം പാരൻസും ഗ്രാൻഡ് പാരൻസും എല്ലാവരും ചേർന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു മൊമെന്റിലേക്ക് കിടക്കുകയാണ്. സോ ഇൻവൈറ്റിംഗ് നൊറീൻ വിത്ത് ഹർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, സിബ്ലിങ്സ് ഫോർ കട്ട് ദ കേക്ക് ആൻഡ് ഷെയർ ഈച്ചത്. എല്ലാ പരിശുദ്ധമായ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ചെറിയൊരു ബ്ലെസ്സിങ് സെറമണിയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, പള്ളിയുടെ ചടങ്ങുകൾക്ക് എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ചെയ്തത്. അപ്പം ഇന്നത്തെ ഒഫീഷ്യൽ സെറമണി സ്വന്തമായിട്ട് പോകണം. അതിന് മുന്നായി ബേബിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ പോലെയുള്ളവരുടേതാകുന്നു സ്വർഗരാജ്യം എന്ന് അരുളി ചെയ്തുകൊണ്ട് കുട്ടികളോടുള്ള വാത്സല്യവും സ്നേഹവും പ്രദർശിപ്പിച്ച ഈശോനാഥ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കും അഭിമാനവും ആശാ കേന്ദ്രവുമായി ഇവർ വളർന്നു വരട്ടെ. ഇവരെ പരിചരിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. സമയത്തിന്റെ പൂർണ്ണതയിൽ ഇവർ ദൈവവിളി ശ്രവിച്ച് അനുയോജ്യമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുമാറാകട്ടെ. ശാരീരികവും ആത്മീകവുമായ എല്ലാ രോഗങ്ങളിലും അപകടങ്ങളിലും നിന്ന് ഇവളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും മറ്റു സുഹൃതങ്ങളിലും ഇവൾ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇവരെ അങ്ങ് തന്നെ നയിക്കുകയും ഭരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. ആമേൻ.